പ്രതിഷേധക്കാർ കടന്നിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് നിഖിൽ കൂടി ചേരുന്നുണ്ട്. നിഖിൽ, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഇരിക്കുന്നത് കണ്ണൂരിലാണ്. അവിടെ എങ്ങനെയാണ് ഈ സമരത്തിൻ്റെ ഒരു തീവ്രത? നിലവിൽ ഹർത്താലിനോട് ഉള്ളത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ചിലയിടങ്ങളിലൊക്കെ ഉയർന്നു വന്നിരുന്നു. അത് പഴയങ്ങാടി, പയ്യന്നൂർ മേഖലകളിലായിരുന്നു. പഴയങ്ങാടി ടൗണിൽ രാവിലെ മുതൽ തന്നെ വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പയ്യന്നൂരിലും പെരുമ്പ ദേശീയപാതയിൽ വാഹനങ്ങൾ തടയുകയും പയ്യന്നൂർ പെരുമ്പ മാർക്കറ്റിനകത്ത് കടകൾ അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധം നടന്നത് കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിലായിരുന്നു. കാൽടെക്സ് ജംഗ്ഷനിൽ 7:45 സമരാനുകൂലികളായ 15ഓളം പ്രവർത്തകർ എത്തുകയും റോഡിൽ കുത്തിയിരുന്ന വാഹനങ്ങൾ തടയുകയും ചെയ്തു. ഈ സമയത്ത് പോലീസിന്റെ സാന്നിധ്യം നഗരത്തെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. ഏകദേശം 8:15 വരെ ഈ സമരം അവിടെ തുടരുകയും ചെയ്തു. പിന്നീട് പോലീസ് മറ്റ് മേഖലകളിൽ നിന്നുള്ള, അതായത് പോലീസ് സ്റ്റേഷന്റെ വിവിധ മേഖലകളിൽ പട്രോളിംഗിലായിരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയാണ് അവിടെ നിന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അത് വലിയ രീതിയിലൊരു ഗതാഗത തടസ്സവും ഉണ്ടാക്കി. ഏതായാലും അല്പസമയം മുൻപ് പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളും KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. ചില മേഖലകളിലേക്ക്, മയ്യിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാത്രമാണ് നിലവിൽ സർവീസ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങളും നിരത്തിലുണ്ട്. ഒരുപക്ഷെ കുറച്ചുകൂടി കഴിയുന്നതോടുകൂടി പ്രതിഷേധക്കാർ റോഡിൽ ഇറങ്ങി വാഹനങ്ങൾ തടയാനും കടകൾ അടപ്പിക്കാനുമുള്ള ഒരു സാധ്യത ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം സമരാനുകൂലികളുടെ പ്രകടനം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഹർഷനി പറഞ്ഞതുപോലെ നിതിൻ രാജിന്റെ മരണം നടന്ന അഞ്ചരക്കണ്ടി കോളേജ് ഉൾപ്പെടുന്ന ജില്ല എന്ന നിലയിൽ ഒരുപക്ഷെ ശക്തമായ പ്രതിഷേധം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രാവിലെ നിലവിൽ സമരം അങ്ങനെ ബലം പ്രയോഗിച്ച് ഇത്തരത്തിൽ കടകൾ അടപ്പിക്കുന്നതോ വാഹനങ്ങൾ തടയുന്നതോ ആയ സംഭവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ആകെ ഉണ്ടായ സംഭവങ്ങൾ ഈ 3 ഇടത്താണ്: പഴയങ്ങാടിയിലും പയ്യന്നൂരിലും കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിലും.